അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യാം. ദ സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടൈം ഓൺവേർഡ്സ് ഉള്ള കുറച്ച് നമ്പറിന്റെ സം കണ്ടുപിടിക്കുക, അതിനുള്ള ഇക്വേഷൻ. നമുക്കൊരു 5 ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യാം. അതില് ഓരോ ഇക്വേഷനും ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് നന്നായി അറിഞ്ഞിരുന്നുകൊണ്ട് വേണം ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കാൻ. അപ്പോ ഓരോ ഇക്വേഷനും 5 ഡിഫറന്റ് സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 by 1 നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ 1, 2, 3, 4, 5. അതായത് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഓൺവേർഡ്സ് ഈ നമ്പറിനെ നമ്മൾ നാച്ചുറൽ നമ്പർ എന്നാണ് വിളിക്കുന്നത്. നാച്ചുറൽ നമ്പർ അത് മാത്രവുമല്ല, പോസിറ്റീവ് നാച്ചുറൽ നമ്പറുകളാണ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഓൺവേർഡ്സ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നമ്പറുകളുടെ സം കണ്ടുപിടിക്കുന്നതിന് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 25 നാച്ചുറൽ നമ്പർ, അതായത് സം ഓഫ് ഫസ്റ്റ് 25 നാച്ചുറൽ നമ്പർ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യത്തെ 25 നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എന്നിന്റെ അർത്ഥം ഇതാണ്, n നമ്പറിന്റെ സം ഓഫ് n ടൈംസ് ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ ഇവിടെ 25 എന്ന് എന്നിനെ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണ്, n into n plus 1 divided by 2. ഇവിടെ എന്നിന്റെ വാല്യൂ 25 ആണ്, ബിക്കോസ് 25 ടൈംസിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ വാല്യൂ 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 25 into 25 plus 1 which is 26 divided by 2. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ 13. 25 into 13 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നാച്ചുറൽ നമ്പറിൽ 1ൽ സ്റ്റാർട്ട് ചെയ്തുള്ള ഫസ്റ്റ് 25 ടൈമിന്റെ സം. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് 5, 6, 7 എന്ന് പറഞ്ഞാലും നാച്ചുറൽ നമ്പർ ആണ്. ഈ ഒരു സിറ്റുവേഷനിലുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പോസിറ്റീവ് നാച്ചുറൽ നമ്പർ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n into n plus 1 by 2. സെക്കൻഡ് ഇക്വേഷൻ ഇതാണ് 2, 4, 6, 8. ഈ നമ്പറുകളെ നമ്മൾ ഈവൻ നമ്പർ എന്നാണ് വിളിക്കുക. ഈവൻ നമ്പർ ഇവിടെയും 2ൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ഈവൻ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n into n plus 1. ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഇല്ലാന്ന് മാത്രം. അപ്പൊ Sn is equal to n into n plus 1. ഇവിടെ പോസിറ്റീവ് ഈവൻ നമ്പർ ആണ്, മാത്രവുമല്ല അത് 2ൽ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഈവൻ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് n into n plus 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയും ഫസ്റ്റ് 20 ഈവൻ നമ്പറിന്റെ സം എത്ര. അപ്പൊ അവിടെയുള്ള എന്നിന്റെ വാല്യൂ ഈസ് 20. ഈ 20 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആദ്യത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഈവൻ നമ്പറിന്റെ സം കണ്ടുപിടിക്കാം. അപ്പോ ഇവിടെ മറ്റൊരു തരത്തിലും ചോദ്യം ചോദിക്കാറുണ്ട്. 2 plus 4 plus 6 plus 8 then up to 100. അതായത് 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ഈവൻ നമ്പറിന്റെ അപ് ടു 100, അതായത് 100നെ ലാസ്റ്റ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതിന്റെ സം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. 2 മുതൽ 100 വരെ ഈവൻ നമ്പറുകൾ 50 നമ്പേഴ്സ് ആണുള്ളത്. കാരണം ഇവിടെ 1, 3, 5 അങ്ങനെ ഓഡ് നമ്പറിനെ ഡ്രോപ്പ് ചെയ്താണ് ഈവൻ നമ്പർ എഴുതാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് സ്റ്റാർട്ടിംഗ് ഫ്രം 2 to 100 ഈസ് 50. അത് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് നമ്പർ എത്രയാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ കിട്ടുന്ന നമ്പറാണ് 50. ഈ 50 എന്നുള്ളത് n into n plus 1 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈവൻ നമ്പറിന്റെ സം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, 2ൽ സ്റ്റാർട്ട് ചെയ്യണം, പോസിറ്റീവ് ഈവൻ നമ്പർ ആയിരിക്കുകയും വേണം. തേർഡ് ഇക്വേഷൻ, അവിടെ പോസിറ്റീവ് ഓഡ് നമ്പറിന്റെ ആണ് സം കണ്ടുപിടിക്കുന്നത്. അതായത് 1, 3, 5 ഇങ്ങനെ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം 1ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും ഫസ്റ്റ് 50 ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാണ് അർത്ഥം. 1ൽ സ്റ്റാർട്ട് ചെയ്ത് 50 ഓഡ് നമ്പറിന്റെ സം കണ്ടുപിടിക്കുക. അതിനുള്ള ഇക്വേഷൻ ഇതാണ്, Sn is equal to n square. ഇത്രയും മാത്രമേ ഉള്ളൂ, സിമ്പിൾ ഇക്വേഷൻ ആണ്. Sn is equal to n square. അപ്പൊ ഇവിടെ 1ൽ സ്റ്റാർട്ട് ചെയ്യണം, പോസിറ്റീവ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കുകയും ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മളോട് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുകയാണ് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 50 ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നിന്റെ വാല്യൂ 50 ആണ്. എന്നാൽ
ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 1+3+5 അപ് ടു 49 അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നമ്പറിന്റെ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 to 49 കണ്ടുപിടിക്കാൻ ഈ ലാസ്റ്റിൽ വന്ന നമ്പർ എത്രയാണോ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 49 + 1 which is 50 divided by 2 is 25. അപ്പൊ ഇവിടെയുള്ള n എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ n² എന്ന് പറയുമ്പോൾ 25ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. സം ഓഫ് ഫസ്റ്റ് 25 ഓഡ് നമ്പർ അല്ലെങ്കിൽ 1 തൊട്ട് 49 വരെയുള്ള ഓഡ് നമ്പറിന്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്നിന്റെ വാല്യൂ തരികയാണ്, ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഫസ്റ്റ് 50 ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 50. ഇങ്ങനെ 1+3+ ഇങ്ങനെ തന്നിട്ട് 49 വരെയാണ് തരുന്നത് എങ്കിൽ അതിന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതല്ല 99 വരെയാണ് തരുന്നതെങ്കിൽ 1 കൂടി ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമുക്ക് 50 എന്ന ആൻസർ കിട്ടും. അതാണ് എന്നിന്റെ വാല്യൂ. ആ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ സം ഓഫ് ഫസ്റ്റ് 50 ഓഡ് നമ്പർ, പോസിറ്റീവ് ഓഡ് നമ്പർ. ഇക്വേഷൻ ഈസ് Sn = n². ഫോർത്ത് ഇക്വേഷൻ ഒരു മെയിൻ ഇക്വേഷൻ ആണ്. എപ്പോഴെങ്കിലും നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് 3 or 4 ടൈംസ് തരികയാണെന്നിരിക്കട്ടെ, എനി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അവിടെ അത് പോസിറ്റീവ് നമ്പർ ആകാം, ഫ്രാക്ഷൻ ആകാം, ഡെസിമൽ ആകാം, റൂട്ടുള്ള നമ്പർ ആകാം, ഏത് നമ്പർ വേണമെങ്കിലും ആകാം. അപ്പൊ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തരുന്നു. ഫോർ എക്സാമ്പിൾ 6, 9, 12 ഇങ്ങനെയുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ട് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 21 ടൈംസ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ 6, 3, 12 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല, പോസിറ്റീവ് നമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. ഇനി അത് നെഗറ്റീവ് നമ്പേഴ്സ് വേണമെങ്കിലും ആകാം, ഫ്രാക്ഷൻ ആകാം, ഡെസിമൽ ആകാം, ഏത് ടൈപ്പ് നമ്പറുകൾ വേണമെങ്കിലും വരാം. അപ്പൊ ഇവിടെ ഈ ഇത്തരത്തിൽ 3 ടേമുകൾ അല്ലെങ്കിൽ 4 ടേമുകൾ 3 ടൈംസ് ഓർ 4 ടൈംസ് ആർ ഗിവൺ. എന്നിട്ട് നമ്മളോട് ഫസ്റ്റ് 25 ടൈംസ് സ്റ്റാർട്ടിംഗ് ഫ്രം 6 ഓൺവേർഡ്സ് അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ. അതിനുള്ള ഇക്വേഷൻ ഇതാണ്: Sn = n/2 × 2a + n - 1 × d. ഇതാണ് ആ ഇക്വേഷൻ. അപ്പോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, when an arithmetic progression is given, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് 3 or 4 ടൈംസ് തന്നിട്ട് അതിന്റെ ഫസ്റ്റ് 25 ടൈംസിന്റെ സമ്മത്ര അല്ലെങ്കിൽ ഫസ്റ്റ് 20 ടൈമിന്റെ സമ്മത്ര, ഫസ്റ്റ് 100 ടൈമിന്റെ സമ്മത്ര എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനിലാണ് Sn = n/2 × 2a + n - 1 × d എന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ Sn എന്ന് പറഞ്ഞാൽ 21 ടൈംസ് ആണെങ്കിൽ അതിനെ നമുക്ക് S21 എന്ന് എഴുതാം. n/2 എന്നിന്റെ വാല്യൂ 21 ആണ്. ബിക്കോസ് 21 ടൈമിന്റെ ആണ് സമ്മ് കണ്ടുപിടിക്കേണ്ടത്. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ which is 6. Again n is 21. d = 9 - 6 which is 3. ഇതിന്റെ കോമൺ ഡിഫറൻസ്, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ്. ആ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6, 9, 12 എന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സ്റ്റാർട്ടിംഗ് ഫ്രം 6 ഓൺവേർഡ്സ് 21 ടൈമിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയുള്ള ലാസ്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫിഫ്ത് ഇക്വേഷൻ, എപ്പോഴെങ്കിലും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടൈം നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നു എന്ന് വിചാരിക്കുക. ഇനി അതിന്റെ ലാസ്റ്റ് ടൈമും തരുന്നു എന്ന് വിചാരിക്കുക. an, അതായത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ 9ന്റെ മൾട്ടിപ്പിൾ ആയ 3 ഡിജിറ്റ് നമ്പറിന്റെ ടോട്ടൽ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ 9ന്റെ മൾട്ടിപ്പിളിലെ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 9ന്റെ മൾട്ടിപ്പിളിലെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 9 ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പറിന്റെ എണ്ണവും നമ്മൾ കണ്ടുപിടിച്ചു, ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ്. അപ്പൊ ഈ 3 കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ലാസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഇൻ ദാറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിച്ച് വി ആർ കൺസിഡറിംഗ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള 3 കാര്യങ്ങൾ തരുമ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Sn = n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് അറിയാമെങ്കിൽ അവിടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n/2 × a + an. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഇൻ ദിസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, an എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് മറ്റൊരു തരത്തിൽ ഇങ്ങനെ എഴുതാം: n/2 × ഫസ്റ്റ് ടൈം പ്ലസ് an ലാസ്റ്റ് ടൈം ആണ്, അതിനെ നമുക്ക് l എന്ന് വേണമെങ്കിലും എഴുതാം, ലാസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോ ഈ 2 ഇക്വേഷനും സെയിം ആണ്. an പകരം l എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫിഫ്ത് ഇക്വേഷൻ. അപ്പൊ ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള എക്സർസൈസിലേക്ക് പോകാം. എക്സർസൈസ് 5.3ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 2, 7, 12
ടു 10 ടേംസ് സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള ഫസ്റ്റ് 10 ടേംസിന്റെ സം എത്ര. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ട് സം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ Sn = n/2 into 2a plus n minus 1 into d ആണ്. ഈ ഇക്വേഷനിലെ ഓരോ വേരിയബിൾസിന്റെയും വാല്യൂ നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് n ആണ്, n-ന്റെ വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, which is 10. നെക്സ്റ്റ് a ആണ്, a = first term of the arithmetic progression, which is 2. And d is the common difference of the arithmetic progression, 7 minus 2, which is 5. ഇനി ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. s n-ന് പകരം s10, that is sum of first 10 terms of the arithmetic progression. Again 10 divided by into 2 into first term 2 plus n is 10 minus 1 into common difference, which is 5, is equal to 10/2 is 5, bracket നുള്ളിൽ 2 into 2, which is 4, plus 10 minus 1 9 into 5. സിംപ്ലിഫൈ ചെയ്യുന്നു. 5 bracket നുള്ളിൽ 4 plus 9 into 5, which is 45, is equal to 5 into 4 45 ആഡ് ചെയ്യുന്നു, which is 49, is equal to 245. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. -37 -33 -29 to 12 ടേംസ്, അതായത് 12 ടേംസിന്റെ 12 ടേമുകളുടെ സം കണ്ടുപിടിക്കുക. അവിടെയും ഇക്വേഷൻ ഇത് തന്നെയാണ്, ബിക്കോസ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇറ്റ്സെൽഫ് ഈസ് ഗിവൺ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഈസ് -37 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് -33 -37 is equal to -33 plus 37, which is 4. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ്, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, which is 12. ഇക്വേഷൻ ഇങ്ങനെയാണ്. Sn is equal to, ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നില്ല, S12 is equal to 12 divided by 2 into 2 into a ക്ക് പകരമുള്ള വാല്യൂ, which is -37 plus n minus 1 12 minus 1 into common difference is 4, is equal to 12 divided by 2, which is 6 into 74 minus 74 plus 12 minus 1, which is 11 into 4, is equal to 6 into minus 74 plus 11 into 4, which is 44, is equal to 6 into ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്പറുകളാണ്, -30 എന്ന ആൻസർ കിട്ടും. is equal to രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, -180. അപ്പോ ഫസ്റ്റ് 12 ടേംസിന്റെ സം ആണ് S12 is equal to -180. തേർഡ് ക്വസ്റ്റ്യൻ 0.6 1.7 2.8 ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 100 ടേമിന്റെ സം കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം is equal to 0.6 and n-ന്റെ വാല്യൂ is 100. Total number of times whose sum is to be find out. n is equal to 100 and common difference is equal to 1.7 minus 0.6, which is 1.1. Sn is equal to n/2 into 2a plus n minus 1 into d, is equal to n-ന്റെ വാല്യൂ 100 ആണ്. 100 divided by 2 into a first term 0.6 plus n-ന്റെ വാല്യൂ 100 minus 1 into common difference 1.1, is equal to 100 divided by 2, which is 50, bracket നുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1.2 plus 99 into 1.1 is equal to 50 into 1.2 plus രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, which is 108.9, is equal to 50 into ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, which is 110.1. ഇനി 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, the answer will be 5505. ഫോർത്ത് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം എഴുതാം. 1/15 and common difference is equal to 1/12 minus 1/15 is equal to 12 into 15 upon 15 minus 12 is equal to 3/12 into 15. 12 ഉം 3 കൂടെ ക്യാൻസൽ ചെയ്യാം, 1 and 4 is equal to 1/60 എന്ന കോമൺ ഡിഫറൻസ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് 11 ആണ്. 11 ടൈമിന്റെ ആണ് സം കണ്ടുപിടിക്കേണ്ടത്. 11 is equal to 11/2 into 2 into first ടൈം 1/15 plus n-ന്റെ വാല്യൂ again 11 minus 1 into common difference 1/60. സിംപ്ലിഫൈ ചെയ്യാം. 11/2 into മൾട്ടിപ്ലൈ ചെയ്താൽ 2/15 എന്ന് കിട്ടും, പ്ലസ് 11 minus 1, which is 10 into 1/60. സിംപ്ലിഫൈ ചെയ്യുന്നു. 11/2 ബ്രാക്കറ്റിനുള്ളിൽ 2/15 പ്ലസ് 0 ക്യാൻസൽ 1/6 എന്ന ആൻസർ കിട്ടും. is equal to 11/2 into ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം, 2/15 പ്ലസ്
1/6 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 15 into 6 upon 6 into 2 which is 12 plus 15 into 1 which is 15 രണ്ടും കൂടി ആഡ് ചെയ്താൽ 27/15 into 6 27 6 രണ്ടും 3യുടെ മൾട്ടിപ്പിൾസ് ആണ് 9 and 3 and 2 ഇനി വീണ്ടും 15ഉം 9 കൂടെ ക്യാൻസൽ ചെയ്യാം 3 and 5 ലെഫ്റ്റ് വിത്ത് 3/2 into 5 which is 10 അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും 3/10 മൾട്ടിപ്ലൈ ചെയ്യുന്നു 11 into 3 which is 33 divided by 2 into 10 which is 20 ഫൈനലി 11 ടൈമിന്റെ സം നമുക്ക് 33 divided by 20 എന്ന് കിട്ടി. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.